കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് LDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ബഹുജന റാലിയും ധർണയും സംഘടിപ്പിച്ചത്. കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച ബഹുജന റാലി നഗരം ചുറ്റി പുതിയകോട്ട വഴി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന സമരം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന വിഭാഗത്തിന്റെ ആശ്വാസം നൽകുന്ന പദ്ധതിയെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സമ്പന്ന വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അതും വലിയ 10,000-കണക്കിന് ഏക്കർ ഭൂമി ഉൾപ്പെടെയുള്ളവർക്ക് കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ അവരെ ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഉപയോഗിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുന്ന 2 മാസത്തെ അവധി കൂടി പ്രഖ്യാപിച്ചത് മറ്റൊന്നിനുമല്ല. ആ വർഗ താല്പര്യം ഈ ഗവൺമെന്റ് തികച്ചും കാണിക്കുകയാണ്. തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന വിഭാഗത്തിന് ആശ്വാസം നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്തെറിഞ്ഞ് സമ്പന്ന വർഗ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള മോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് MLA പറഞ്ഞു. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, CP ബാബു, VV രമേശൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, C ബാലൻ, PP രാജു, VV കൃഷ്ണൻ, ഹമീദ് ഹാജി, അനന്തൻ നമ്പ്യാർ, സുരേഷ് പുതിയടത്ത്, രതീഷ് പുതിയപുരയിൽ എന്നിവർ സംസാരിച്ചു. ബഹുജന മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.